ഈ സാധനം ഇതായിട്ടിരിക്കുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ ആണ്. ഏതാ മോഡലെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, നോക്കിയാലേ അറിയോ. പക്ഷേ മാരക ഐറ്റമാണ്. ഇൻറ്റർസെപ്റ്ററിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ക്രാഷ് കാർഡ്, ലെജൻഡറി കസ്റ്റംസിൻ്റെ ക്രാഷ് കാർഡ്, JB റേസിങ്ങിൻ്റെ ടോപ്പ് ബോക്സ്, ഡുക്കാട്ടി മൾട്ടി സ്റ്റാർ സെറ്റ്. ഹേ ഗൈസ്, അഗൈൻ കേൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് പോകുന്ന ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു, ഗോകർണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മഴയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉടുപ്പി ഓൾറെഡി ക്ലോസ്ഡ് ആണ്, പോകുന്ന വഴി മൊത്തം ഫ്ലഡഡ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി. അപ്പോൾ ഞങ്ങൾ പോണ്ടിയിലോട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ്. ഈ വരുന്ന 15 മുതൽ 18 വരെ എന്നായിരുന്നു നേരത്തെ ഡേറ്റ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ അതല്ല, ഇപ്പം 17 ആൻഡ് 18 ഒരു വീക്കെൻഡ് റൈഡിലായിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അത് ഇപ്പം ഗോകർണ നമുക്കിനി റെയിനൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് സേഫ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് ബാംഗ്ലൂർ. ഓക്കെ, ഇത് എത്രാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത് എനിക്കറിയാം. ഇവിടെ മിക്കവാറും ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നത് നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. നമ്മുടെ രാഹുലിൻ്റെ വണ്ടിക്കകത്ത് ടോപ്പ് ബോക്സ് വെക്കണം, പിന്നെ അവന് ക്രാഷ് കാർഡിലായിരുന്നു, ക്രാഷ് കാർഡ് വെക്കണം, പിന്നെ എനിക്കും പ്രവീൺ ചേട്ടനും കൂടെ ഇൻ്റർകോം വെക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. भाई हेलमेट में वो लगाना है इसलिए लेके आया. അയ്യോ, ഞാൻ പറഞ്ഞത് ഹെൽമെറ്റ് എടുത്തില്ല. നമ്മളങ്ങനെ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നപ്പോഴാണ് ഇതാണ്ട് ഈ സാധനം ഇതായിട്ടിരിക്കുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ ആണ്. ഏതാ മോഡലെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, നോക്കിയാലേ അറിയോ. പക്ഷേ മാരക ഐറ്റമാണ്. നമുക്ക് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്, അത്യാവശ്യം യമണ്ടൻ സാധനം. നമ്മളങ്ങനെ ഒരു JB റേസിങ്ങിൻ്റെ ടോപ്പ് ബോക്സ് എടുത്തിട്ടുണ്ട് രാഹുലിന് വേണ്ടിയിട്ട്. അവൻ ഇൻ്റർസെപ്റ്ററിൽ കഴിഞ്ഞ പ്രാവശ്യം കെട്ടി വെച്ച് ഭയങ്കര പ്രശ്നമായതാണ്. ഇവിടെ കണ്ടോ, കുറേ അധികം ടോപ്പ് ബോക്സിൻ്റെ കളക്ഷൻ ഇങ്ങനെ നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാനീസ് കേട്ടോ. അതിൻ്റെ പൂച്ചയ്ക്ക് ഹെൽമെറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അത് കയറുന്നില്ല, കാരണം ഒരു ചിഹോഹയുടെ തലയിൽ ഇതിനകത്ത് ഇടിച്ചു കയറ്റാൻ നോക്കുന്നൊരു എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ രാഹുലൂടെ ഇത് ജാക്കറ്റ് വാങ്ങിയാൻ പോകും. ഇതൊരിക്കൽ ഞാൻ കാണിച്ചിട്ടുള്ള സാധനമാണ്. അതൊരു സൂപ്പർ മീറ്റിയോർ നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത സാധനം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാ ചെയിൻ ക്ലീനർ, ചെയിൻ ലൂബ്, എൻജിൻ ഓയിൽ, അപ്പുറത്ത് ഹെൽമെറ്റ് ക്ലീനർ, പിന്നെ ഒരു കണക്കിന് സാധനങ്ങൾ. അതാ ഇവിടെ ഷാമ്പു, കാർ വാഷ്, മറ്റേ പോളിഷ്, ഇപ്പുറത്ത് ഒരു സെറ്റ് മൊത്തം ഫ്ലാഷ് എക്സിന് മാത്രമായിട്ട് ഇതാ ഒരു സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് ഫോഗ് ലാമ്പ് ഇരിപ്പുണ്ട്. ഫോഗ് ലാമ്പ് ഇത് മാത്രമല്ല, വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. ഇവിടെ മറ്റേ പൂച്ച ഹെൽമെറ്റ്. സൈഡ് ഫുള്ള് നമുക്ക് ക്രാഷ് കാർഡും കാര്യങ്ങളും, പാനിയേഴ്സിൻ്റെ സാഡിൽസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ കുറേ ഫോഗ് ലാമ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ കുറേ കിടപ്പുണ്ട്, ഹാൻഡിൽ ബാർ. ഇനി എന്താ വേണ്ടാത്ത. നമ്മളങ്ങനെ നേരെ ഇതാ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആക്ഷൻ ക്യാം, പിന്നെ കുറച്ച് കൊച്ചു പിള്ളേരുടെ ബൈക്ക്. ഇവിടെ ഒരു സെക്ഷൻ മൊത്തം കുറേ വൈസർ, ബാഗുകൾ, പാനിയേഴ്സ്, റെയിൻകോട്ട്. ഇവിടെ ഒരു സൈഡ് മൊത്തം കുറേ ബൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ടാങ്ക് ബാഗിന് മാത്രം ഒരു സെക്ഷൻ. എത്ര കണ്ടാലും മതി വരാത്ത കുറേ ഐറ്റംസ്. നല്ല അടിപൊളി ഗൂഗിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. X4 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര ചോദിച്ചു നോക്കണം. ഓക്കെ, അത് മറ്റേ മോട്ടോർ സൈക്കിൾ കിറ്റ് വരുന്നുണ്ടോ? റെഡിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞ വരുന്നുണ്ടോ? ബ്ലൂ ആർമർ പോരെ,
കാർഡോ സ്പിരിറ്റ് എത്ര വരുന്ന? അപ്പോൾ വേണ്ട, ഓക്കെ. അപ്പം നമ്മൾ ബ്ലൂ ഹോർമറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതാണ്ട ഇത് 10 ചില്ലറ കണ്ടാണ് 11. അത് ബാക്കി കഴിഞ്ഞിട്ട് പറ. ഓക്കെ, അത് 2 എടുക്കും. നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് തരണം. പിന്നെ ഇവരുടെ എന്തെങ്കിലും കൂപ്പൺ കാർഡ് കാണുമല്ലോ ചേട്ടൻ്റെ? മന്ത്രിയായിട്ട് ആരെങ്കിലും നിന്നുണ്ടല്ലോ, യൂത്തന്മാരെല്ലാം ഇങ്ങനെ ചെയ്തില്ല. ഓക്കെ, എല്ലാം കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓക്കെ, ഇവിടെ കുറേ അധികം സൈലൻസേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം ഫസ്റ്റ് കോപ്പി ആണെന്ന് തോന്നുന്നു. പക്ഷേ Insta 360 Ace എന്ന് പറഞ്ഞൊരു സാധനം. ഏസ് അത് വേറെ മോഡലാണ്. അത് 360 ആണ്. 360 അല്ല, അത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇന്നലെ നമ്മുടെ സാധനം കണ്ടിട്ടുണ്ട്. അടുത്തതിന് നമ്മുടെ ഹെൽമെറ്റ് വെക്കാനുള്ള പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇതിനകത്ത് കുറച്ച് ട്രിക്കി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ ഒരു മോഡുലാർ ആയതുകൊണ്ട് കുറച്ച് പണിയായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെ ആയിരിക്കും എന്നുള്ള അവസാനം. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇത്ര നാളും വെക്കണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരുന്നത്. പക്ഷേ നമുക്കിനി നോക്കണം ഇതെങ്ങനെ വരും എന്നുള്ളത് ലാസ്റ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ ലാസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് സാധനം. ഇവിടെ ആപ്പുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം ലാസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഒരു വണ്ടി അകത്തോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ്, മീൻസ് അതായിരുന്നു നമ്മുടെ ഷോറൂം. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടികളൊക്കെ പണിയുന്നത്. ഒരു വണ്ടി കയറി, ഇനി എൻ്റെ വണ്ടി എന്ന് കയറും എന്നുള്ളത് കണ്ടറിയണം. അതിനകത്ത് ചെയിൻ സ്പ്രോക്കറ്റ് മാറാനുണ്ട്. കേസ് ഇങ്ങനെ നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ക്രാഷ് കാർഡ്, ലെജൻഡറി കസ്റ്റംസിൻ്റെ ക്രാഷ് കാർഡും JB റേസിങ്ങിൻ്റെ ടോപ്പ് ബോക്സ് വിത്ത് കുഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു പഞ്ചർ കിറ്റുണ്ട്, പിന്നെ നമ്മുടെ ഇൻ്റർകോം, പിന്നെ ഒരു ബലങ്ക്ലാവ ഞാൻ എടുത്തിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമായി. എൻ്റെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കാര്യത്തിന് ഇതൊരു തീരുമാനമില്ല. കാരണം അത് ഏകദേശം 3-4 മണിക്കൂർ എടുക്കും. ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടോ. ഇവിടെ വണ്ടികൾ വന്ന് കുന്നുകൂടുവാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് പുറത്തുകൊണ്ട് പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഇവിടുന്ന് പയ്യെ ഇവിടെ വാങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവിടെ ബെൻലിയുടെ ലിയമസിരി അത് ജസ്റ്റ് സൈഡ് മിറേഴ്സ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ബില്ലിങ് കഴിഞ്ഞു. ഇനി അവരുടെ 2 പേരുടെ ബില്ലിങ്ങും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ HSRലോട്ട് പോവാം. അവിടെ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് അതും കൂടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇതിനിപ്പോൾ തിരിച്ചു പോകാൻ. കുറേ മണിക്കൂറായി, മനുഷ്യൻ ടയേർഡായി, അതാണ് അവസ്ഥ. ഓക്കെ, എന്തായാലും നമുക്കിനി HSRൽ പോയിട്ട് കാണാം. ഇതാണ്ട് നമ്മുടെ ബെൻലിയുടെ ലിയോൺ സിനി 500 ബാറൻ ബെറേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബാറൻ ബെറേഴ്സിൻ്റെ വില എത്രയാണ്? ജസ്റ്റ് 3K. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ മിറർ. അത്യാവശ്യം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഒരു ചെറിയ തിളക്കമൊക്കെ ഉണ്ട്. രാത്രി കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു പറ. അപ്പോൾ ഓക്കെ, നമ്മൾ പയ്യെ വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നപ്പോൾ ദാണ്ട അടുത്തൊരു സാധനം, ഡുക്കാട്ടി മൾട്ടി സ്റ്റാർ സെറ്റ്.
ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ JC റോഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത HSRൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മോട്ടോ ഡ്രിഫ്റ്റിലാണ്. ഓക്കെ, നമ്മുടെ സ്ഥിരം കടയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ വേറെ സാധനം ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ടൈഗർ 900 ആണ്. കൊള്ളാം, ഇവിടെ മിക്കവാറും കാണുന്നൊരു വണ്ടിയാണ്. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബട്ടൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സ്ക്രീനാണ്. ഒരു ഇത്രയും വലിയൊരു സ്ക്രീൻ. ഓക്കെ, അവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ ട്രിപ്പുണ്ട് പണിയായിട്ട്. നമ്മുടെ വണ്ടി ഇവിടെ താഴെ പണിയാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പണി തീർത്തിട്ട് പോവാം. അങ്ങനെ നമ്മുടെ ചെയിൻ എല്ലാം ഇട്ട് കഴിഞ്ഞു. അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത വണ്ടി ട്രിപ്പിന് വേണ്ടി എല്ലാം സെറ്റായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ വണ്ടി മൊത്തം ചെളിയാണ്, അത് ഒന്ന് കഴുകണം. കാരണം നമ്മുടെ സ്ട്രീറ്റ് ഫുള്ള് ചെളിയാണ്, മഴ കാരണം. ഡെയിലി മഴയാണ്, ഡെയിലി രാത്രി മഴയാണ്. അതുകൊണ്ടാണ് വണ്ടി ഞാൻ അങ്ങനെ കഴുകാത്തത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച എന്താണെന്ന് പോലും എനിക്കറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. പുതിയ എന്തെങ്കിലും സ്ഥലം, പുതിയ കുറേ കാര്യങ്ങൾ, പുതിയ വണ്ടിയൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, വണ്ടി തരികയോ. ബൈ.